ജസ്റ്റ് സൂം ചെയ്യട്ടെ. ബ്രെഡ് ഓഫീസിൽ നിന്ന് വന്നിട്ടേ എന്തൊക്കെ കഴിച്ചു? ഒന്നും കഴിച്ചില്ല. പാവം വിശക്കെന്ന് പറഞ്ഞിട്ട് ആ പുട്ടിരുന്ന് കുത്തിക്കയറ്റി ഒരു കുറ്റി. കുഞ്ഞു കുറ്റി, ഒരു കുറ്റി പുട്ട്. അല്ല ചേട്ടപ്പുട്ടൊന്നും അല്ലല്ലോ. പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാൽ വയറ് വീർക്കുന്ന. അത് കഴിഞ്ഞിട്ട് കൊച്ചിന് ചോറെടുത്ത് കണ്ടപ്പോൾ ചോറ് കഴിക്കുന്ന കണ്ടപ്പോൾ ആക്രാന്തം പിടിച്ച അതും കഴിച്ചു. ഇപ്പം കണ്ട് ബ്രെഡ് എടുത്ത് കഴിക്കുന്നു. നിന്റെ വയറ്റിലെന്നെ ജസ്റ്റ് മോനെ കൊക്കപ്പുഴുവിൻ്റെ പരാഗ സമയമോ? നിന്റെ വയറ്റിലെ കൊക്കപ്പുഴു ഗ്രൂപ്പായിട്ടല്ലോ ഒരു വില്ലേജ് എടുത്ത് താമസിക്കുവാണോ? എന്നതല്ലെന്ന് എന്ത് ഗ്രെയിനാണല്ലോ ഇതെന്തോ വന്നേപ്പിന്നെ മൂന്നാമത്തെ തീറ്റയാ. സമ്മതിക്കണം എൻ്റെ പൊന്നെ. ഇതാണോ ഡയറ്റിങ്? അതിലൂടെ പ്രസക്തിയില്ല. രാവിലെ കഴിക്കാൻ ഞാൻ രാവിലെ സ്മൂത്തി അടിച്ചു വെച്ചിട്ടല്ലേ ഞാൻ പോയത്. ആണോ? അല്ല, ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ രാവിലെ കാപ്പി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് ഞാൻ വേറെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്. നിന്നെ പറ്റിയ അയ്യോ കൊക്കപ്പുഴുവിന് കന്നിമാസം വന്നു. അത് ബട്ടർ ഉണ്ടല്ലോ ഫ്രിഡ്ജില്. തണുക്കണ്ടെന്നോ മെൽട്ടാവണ്ടെന്നോ? വല്ല കഷ്ടപ്പാടല്ലയോ? ഞാൻ എടുത്ത് തേച്ച് മെൽട്ടാക്കി വായിലോട്ട് ഇട്ട് തന്നാലോ? കഴിക്കാൻ താല്പര്യപ്പെടുവോ? ഈ ഒരു സാമ്പിളെങ്കിലും എടുത്ത് വെക്കണം. ഇതുപോലൊരു എൻ്റെ പൂർവജന്മ സുഹൃതം എങ്കിലുള്ളതിനെ കിട്ടിയത് അല്ലേ? ഞാൻ വീശിത്തരണം. വല്ലൊക്കെ പറഞ്ഞുണ്ടല്ലോ. മലയാളത്തിൽ 51 അക്ഷരം കുറഞ്ഞു പോകും. മലയാളത്തിൽ എത്ര അക്ഷരം? 51. എത്ര അക്ഷരാ? 56. അതന്നെ 20 രണ്ടൊന്നും കൊടുക്കുക ഉള്ളിട്ടോ. 51 അക്ഷരമാണ് മലയാളത്തിൽ എൻ്റെ അറിവിൽ. ഇനിയിപ്പോൾ പുതിയ ഭാഷാരീതി അനുസരിച്ച് വില കുറഞ്ഞോന്ന് അറിയത്തില്ല. എന്നാൽ 56 ഇല്ലെന്ന് എനിക്ക് ഡാം ഷുവർ. അതേ ശരിക്കും കാണാപ്പാടം പഠിച്ച് പാസ്സായതല്ലേ എൻ്റെ പൊന്നളിയോ. സ്കൂളിൽ മലയാളം പഠിപ്പിച്ച ടീച്ചേഴ്സായത് കേൾക്കല്ലേ. ജസ്റ്റിൻ ജോളി, കൊല്ലംപറമ്പിൽ ഹൗസ് പ്രസന്റ് സാർ എന്ന് പറയുന്ന ടീച്ചേഴ്സ് അടി തരും.